പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ആയുസ്സിൽ കാണാത്ത പുതിയൊരു പ്രഭാതം നമുക്ക് വീണ്ടും കർത്താവ് തന്നതോർത്ത് കർത്താവിൻ്റെ നാമത്തിന് എല്ലാ മാനവും മഹത്വവും അർപ്പിക്കാം. ഒപ്പം നമുക്ക് ആയുസ്സും ആരോഗ്യവും ബലവും തന്ന് നമ്മളെ നടത്തിയ ദൈവങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാന ചിന്തയിലേക്ക് കിടക്കാൻ ആധാരമായി നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കുന്നു. നെഹമ്യ ചാപ്റ്റർ 1 വേഴ്സ് 11. കർത്താവെ, നിന്റെ ചെവി അടിയന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ചു ഈ മനുഷ്യന്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ. ഞാൻ രാജാവിന് പാനപാത്രവാഹകൻ ആയിരുന്നു. ഈ നെഹമ്യാവ് അവൻ്റെ ഒരു പരിചയപ്പെടുന്ന നെഹമ്യാവ് ആരായിരുന്നു എന്നവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്. ഞാൻ രാജാവിന് പാനപാത്രവാഹകനായിരുന്നു. അർത്ഥവിശിഷ്ട രാജാവിൻ്റെ കൊട്ടാരത്തില് ശൂഷൻ പാലസില് അവിടുത്തെ പാനപാത്രവാഹകനായിരുന്നു നെഹമ്യ. അതിരിച്ചിരി കാഠിന്യമുള്ള കടുപ്പമുള്ള ജോലിയാണ്. കാരണം ജോലിയുടെ കാഠിന്യമല്ല, ടെൻഷൻ ഉണ്ടാക്കുന്ന ജോലിയാണ്. പാനപാത്രവാഹകനെ സ്വാധീനിച്ച രാജാവിന്റെ ജീവൻ പോലും അപകടത്തിലാക്കാം. അതുകൊണ്ട് ഈ പാനപാത്രവാഹകന്റെ ജോലി, പാനപാത്രം കൊണ്ട് കൊടുക്കുമ്പോൾ പാനപാത്രത്തിലേക്കല്ല രാജാവ് നോക്കുന്നത്, അല്ലെങ്കിൽ ആ മുന്തിരി വീഞ്ഞിലേക്കല്ല നോക്കുന്നത് ഈ ആൾ കൊണ്ടുവരുന്ന ആളുടെ മുഖത്തേക്കാണ്. ആളുടെ മുഖഭാവം കണ്ട് ആള് എന്തെങ്കിലും മാൽപ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും വിഷം ചേർത്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. അതുകൊണ്ട് ഈ പാനപാത്രവാഹകന്റെ ജോലി എന്ന് പറയുന്നത് കണ്ടുകെട്ടിയുള്ള ജോലിയാണ്. എപ്പോൾ വേണമെങ്കിലും രാജാവ് വേറെ ജഡ്ജ്മെന്റ് ഒന്നും ഇല്ലാത്ത തല പോകാവുന്ന ജോലിയാണ്. രാജാവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പം തന്നെ പോയി കളയാം. എന്നാൽ ഈ പാനപാത്രവാഹകനായിരുന്ന നെഹമ്യ ഒരു ദിവസം ഒരു വാർത്ത കേൾക്കുന്ന വാർത്ത ഇതാണ്: ഇസ്രയേലിന്റെ മതില് വെന്ത് തീ വെച്ച് ചുട്ട് അവിടുത്തെ ആരാധനയൊക്കെ നിന്നുപോയി, അത് ചാരമായി കിടക്കുന്നു എന്നുള്ള ഒരു വാർത്ത കേട്ടപ്പോൾ പൊസിഷനിൽ, അല്ലെങ്കിൽ പാനപാത്രവാഹകനായി നല്ല പൊസിഷനിൽ ഇരിക്കുന്ന നെഹമ്യാവിന് സഹിക്കാൻ കഴിഞ്ഞില്ല ആലയത്തെക്കുറിച്ചുള്ള ബേർഡൻ. ഇന്നും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പലർക്കും ഉണ്ടാകുന്ന, കേൾക്കുന്ന മിക്കവർക്കും ഉണ്ടാകുന്ന ഒരു ആത്മഭാരമുണ്ടല്ലോ. ജനത്തെക്കുറിച്ച്, ജാതികളെക്കുറിച്ച്, നമ്മുടെ രാജ്യത്തെക്കുറിച്ച്, ദേശത്തെക്കുറിച്ച് ഉണ്ടാകുന്ന ഭാരമുണ്ട്. ദൈവ സഭയെക്കുറിച്ച്, ദൈവദാസനെക്കുറിച്ച്, സഹവിശ്വാസികളെ കുറിച്ച് ഉണ്ടാകുന്ന ഭാരമുണ്ട്. അതുപോലെ ഒരു ഭാരത്തിൽ നെഹമ്യാവ് പെട്ടിട്ട് അവിടെ എഴുതിയിരിക്കുന്ന നെഹമ്യാവ് പൊട്ടിക്കരഞ്ഞു, ഉപവസിച്ചും രട്ടിലും വെണ്ണീരിലും കിടന്ന് പ്രാർത്ഥിച്ചു കരഞ്ഞു. ചിന്തിക്കണം, ഒരു പൊസിഷനിൽ ഇരിക്കുന്ന തന്നെ ബാധിക്കുന്ന കാര്യമല്ല, പക്ഷേ ദൈവവിഷയമായി ബാധിക്കുന്നു എന്നറിഞ്ഞപ്പം നിലവിളിയോടെ കരഞ്ഞ ഒരു നെഹമ്യാവിനെ നമ്മളൊന്ന് തിരിച്ചറിയണം. നെഹമ്യാവ് കരഞ്ഞു. നിലവിളിച്ച് കരഞ്ഞ നെഹമ്യാവ് കരഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ട് പാനപാത്രവുമായിട്ട് രാജാവിന്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. ഒരു ഭയത്തോടെയാണ് പോകുന്നത്. കാരണം മുഖം സങ്കടപ്പെട്ടാണ് ഇരിക്കുന്നത്. പതിവ് പോലെ പാനപാത്രം കൊണ്ട് രാജാവിന്റെ കൈ കൊടുക്കുമ്പോൾ രാജാവ് നോക്കിയത് പാനപാത്രത്തിലേക്കല്ല, നെഹമ്യാവിന്റെ മുഖത്തേക്കാ. അവിടെ നെഹമ്യാവിനോട് ചോദിച്ചു, നിനക്ക് എന്തു പറ്റി? അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ടു. കാരണം ഏതെങ്കിലും കാരണവശാൽ തെറ്റായിപ്പോയി ഏതെങ്കിലും കാര്യം ഉണ്ടായാൽ തലപോകാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ട് രാജാവിനോട് പറയുന്നതിന് മുമ്പ് രാജാവ് പറഞ്ഞു, ഇത് മനോവസ്ഥനമല്ലാതെ മറ്റൊന്നുമല്ല, ഇതിനു മുമ്പ് കുണ്ഠിതപ്പെട്ട് കണ്ടിട്ടുമില്ല. അപ്പോൾ നെഹമ്യാവ് തൻ്റെ വിവരങ്ങളും കാര്യങ്ങളും പറയുമ്പോൾ രാജാവ് പറയുന്നു, നിനക്ക് എത്ര നാൾ വേണം ആ മതിലൊന്ന് പണിതിട്ട് വരാൻ? ഏകദേശം 5 മാസ കാലഘട്ടം. അതിന് പിൻപായിട്ട് നീ പൊയ്ക്കോ, ദേശത്ത് കത്തും, അതിന് തടി സാമഗ്രികൾ തരാൻ ആളുകളും, അതുപോലെ തന്നെ പണിയാനുള്ള ആ ഐറ്റംസ്, റോ മെറ്റീരിയൽസ്, മാത്രമല്ല നിനക്ക് വേണ്ടിയ പണം, അതിനുള്ള ജോലിക്കാര്, ആളുകൾ എല്ലാം രാജാവ് വിട്ടുകൊടുത്തു. രാജാവ് നീ പോയി പണിതിട്ട് വാ. അങ്ങനെ 2-ാം അധ്യായം എത്തുമ്പോഴത്തേക്കും നെഹമ്യാവ് ആലയത്തിന്റെ മതിൽ പണിയാൻ കടന്നു വരുന്നു. 52 ദിവസം കൊണ്ട്, അതിന്റെ അവസാനത്തെ അധ്യായത്തിൽ കാണുന്ന 52 ദിവസം കൊണ്ട് പണി തീർത്തു. പണിയാൻ തുടങ്ങിയ അത്രയും ഈസി ആയിരുന്നില്ല. സൻബലത്തും തോബിയാവും ഗർഷവും ഒക്കെ എതിർന്നിട്ട് പറഞ്ഞു, പണി പൂർത്തീകരിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. പക്ഷെ അതിന്റെ നടുവിൽ നിന്റെ ദാസന്മാരാ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും
നിങ്ങൾക്കൊരു ഓഹരി ഇല്ലെന്ന് പറഞ്ഞ് നെഹമ്യാവ് തന്റെ ദൗത്യം പൂർത്തീകരിച്ചു. ആളുകളെ മോട്ടിവേറ്റ് ചെയ്തു, ആളുകളെ ബലപ്പെടുത്തി, ദൈവത്തിൽ ആശ്രയിച്ചു, പണി പൂർത്തീകരിച്ചു. ഇതാണ് ഈ പുസ്തകത്തിലെ നെഹമ്യാവ് എന്ന ആ ദൈവമനുഷ്യന്റെ ദൗത്യത്തെ കുറിച്ച് അവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. 52 ദിവസം കൊണ്ട് മതിൽ പണി തീർത്തു. നെഹമ്യാവ് പാനപാത്രവാഹനായിരുന്നെന്നോ നെഹമ്യാവിന്റെ ദൗത്യമോ അതൊന്നുമല്ല ഇവിടുത്തെ കാര്യം. നെഹമ്യാവ് ഈ ദൗത്യം, ആലയത്തിന്റെ മതിലിന്റെ പണി തീർത്തു. അതിനുവേണ്ടി എല്ലാ ക്രമീകരണവും ലീഡർഷിപ്പ് നെഹമ്യാവ് എടുത്തു. രാജാവ് അതിനുവേണ്ടി ഒത്താശ എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്തു. പണകരമായ കാര്യമടക്കം, ലെറ്ററുകൾ അടക്കം എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്തു. അതിനു മുമ്പുള്ള ഒരു വാക്യമാണ് വായിച്ചത്. ഈ വാർത്ത കേട്ടപ്പോൾ നെഹമ്യാവിന്റെ അന്തരംഗം പൊട്ടിയ ഒരു വാർത്തയാണ് വായിച്ചത്. വാർത്തയാണ് നമ്മൾ ഈ 11ാമത്തെ വാക്യത്തിൽ വായിച്ചു കേട്ടത്. ഇത്രയും കാര്യങ്ങൾ ദൗത്യം പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോൾ പൂർത്തീകരിക്കുന്ന അതിനു മുമ്പ് ഉള്ള ഒരു പ്രാർത്ഥന. ദൈവമേ, ആ പ്രാർത്ഥനയിലേക്കൊന്ന് കടന്നു വരട്ടെ. വലിയൊരു ദൗത്യവുമായിട്ട് വേദനയോടെ ഭാരത്തോടിരിക്കുന്ന നെഹമ്യാവ്, ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ് നെഹമ്യാവിന്റെ പുസ്തകം അവസാനത്തെ അധ്യായത്തിൽ 52 ദിവസം കൊണ്ട് മതിൽപ്പണി തീർത്തു എന്ന് പറയുന്നത്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ബന്ധപ്പെട്ട് സങ്കടപ്പെട്ട് എന്തു ചെയ്യണമെന്നറിയാതെ, അതേ ഇനി മുന്നോട്ടുള്ള വഴികൾ എങ്ങനെയെന്നറിയാതെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഒരു പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ നെഹമ്യാവിന് രാജാവ് അനുകൂലമായി അതിന്റെ ക്രമീകരണങ്ങൾ ചെയ്തു കൊടുത്തു. ആ നെഹമ്യാവിന് ശത്രുക്കൾ ഒരുപാടുണ്ടായിരുന്നു. ഗർശോമും തോബിയാവും സൻബലത്തും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് മതിൽപണി തീർത്തു. ജനത്തിന്റെ ഇടയ്ക്കുള്ളൊരു വിള്ളലുണ്ടായി, അത് തീർക്കാൻ ദൈവം കൃപ കൊടുത്തു. നിന്റെ ദാസന്മാരെ ഞങ്ങൾ പണിയുമെന്ന് പറഞ്ഞ് നെഹമ്യാവ് പൂർത്തീകരിച്ചു. അതിനെല്ലാം മുൻപിൽ മുന്നോടിയായി ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. നെഹമ്യാവ് എന്ന് പറയുന്ന വലിയ മനുഷ്യരെ കാണിക്കാനോ പാനപാത്രവാഹനെ കാണിക്കാനോ പ്രാർത്ഥിക്കുന്ന ഒരു നെഹമ്യാവും ദൗത്യ പൂർത്തീകരണം നടത്തിയ നെഹമ്യാവും. പ്രിയരെ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞ് ഒരു പൂർത്തീകരണത്തിലേക്ക് നയിക്കാൻ, നടത്താൻ നെഹമ്യാവ് എന്ന വ്യക്തിത്വത്തിന് ദൈവം കൊടുത്തൊരു ശക്തിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം കൊടുത്തൊരു ശക്തിയുണ്ട്. അതിന്റെ പിൻപില് ഒരു പ്രാർത്ഥനയുണ്ട്. ഒറ്റ വാക്കി പറഞ്ഞാൽ, ഒറ്റ സെന്റൻസിൽ പറഞ്ഞാൽ, പ്രാർത്ഥിക്കുന്ന ദൈവവേദനയെ നീ പരാജയപ്പെടുത്തില്ലെന്ന്. വേദനയോടെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ വൈദ്യലെ നീ പരാജയപ്പെടുകയില്ലെന്ന്. ഈ വചനം പറയുന്നത്, ആ പ്രാർത്ഥനയുടെ വാക്കുകൾ ഒന്ന് പറഞ്ഞ് നമുക്ക് ചിന്തിക്കാം. കർത്താവേ, നിന്റെ ചെവി അടിയന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. ആ വാക്ക് അങ്ങനെ തന്നെ കേൾക്കട്ടെ. ദൈവത്തിന്റെ ചെവി കുഞ്ഞെ നിന്റെ പ്രാർത്ഥനയ്ക്ക് തുറന്നിരിക്കും. ദൈവത്തെ ഭയപ്പെടുന്നവരുടെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്ക് തുറന്നിരിക്കും. മാത്രമല്ല, അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കും. നീതിമാന്റെ പ്രാർത്ഥന ഏറെ ഫലിക്കും. ശ്രദ്ധയേറിയ പ്രാർത്ഥന അത് പത്രോസിനെ പുറത്തു കൊണ്ടുവരും. ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ. ഞാൻ രാജാവിന് പാനപാത്രവാഹനായിരുന്നു. ഈ മനുഷ്യന്റെ മുമ്പാകെ, ആ പറഞ്ഞു വന്ന ആളുകളുടെ മുമ്പാകെ, ആ മനുഷ്യന്റെ മുമ്പാകെ ദൈവത്തിന്റെ ദയ, രാജാവിന്റെ ഫേവർ കിട്ടി. പിന്നീടൊരു പ്രാർത്ഥനയുണ്ടെങ്കിൽ ഒരൊറ്റ വാക്ക ഇതിനകത്തെ പ്രസക്തമായ ഭാഗം. പ്രാർത്ഥിച്ചെന്ന് രാജാവിനോട് പറഞ്ഞു, രാജാവിന്റെ ഫേവർ കിട്ടി. പ്രാർത്ഥിച്ച് മതിൽപണി തുടങ്ങി, പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഇടയായി. പ്രാർത്ഥിക്കുന്ന ദൈവവേദിലെ ദൈവത്തിന്റെ ചെവി നിനക്ക് തുറന്നിരിക്കുന്നു. നിന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ ചെവി തുറന്നിരിക്കുന്നു. ദൈവം നിന്നെ ശ്രദ്ധിക്കുന്നു. നീ ലജ്ജിതനായി പോകുകയില്ല. പ്രാർത്ഥിക്കുന്ന ദൈവവേദിലെ തലമുറയോർത്ത് പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. നീ ലജ്ജിതയായി പോകുകയില്ല. നിന്റെ സാഹചര്യങ്ങളും ഭാവിയും ഓർത്ത്, ബിസിനസ്സിനെ, നിന്റെ ആ ഇപ്പോഴത്തെ പരിസ്ഥിതി സാഹചര്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ വേദനപ്പെട്ടു പോകണ്ട. ഇതിന് മറുപടിയുണ്ട്. കാരണം മറുപടി ദൈവത്തിന്റെ അടുക്കലാണ് വന്നിരിക്കുന്നത്. കർത്താവ് നിനക്ക് മറുപടി അയച്ചു തരും. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. മറുപടി തരുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പാദപീഠത്തിലേക്ക് അടുത്ത് വരുന്നു. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവെ, സ്വർഗം ഈ ജനത്തോട് കൂടിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന ഏറെ ഫലിക്കും. നീതിമാനെ സൗഖ്യമാക്കും. ഈ സാഹചര്യത്തിന് മേൽ ഓവർകം ചെയ്യും. അധികാരികൾക്ക് ഫേവർ തോന്നും. സാഹചര്യങ്ങളെ സ്ഥിതിയെ മാറ്റും.
കർത്താവ് ജനത്തിന്റെ സ്ഥിതിയെ മാറ്റുന്നതിനായി നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തില് ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ശ്രദ്ധയേറിയ പ്രാർത്ഥന ചെവി വെച്ച് ശ്രദ്ധയോടെ കേൾക്കുന്നതിനായി നന്ദി, ഉത്തരമയക്കുന്നതിനായി നന്ദി. അത് ആത്മാവിൽ ഞങ്ങൾ ഏറ്റെടുക്കുന്നു, തൃക്കരങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന ഇരിക്കാൻ സ്തോത്രം. സകലമാനോമഹത്തോട് നിൽക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൊണ്ടിരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന് വിശാലമേറിയ ചിലകടിയിൽ നമ്മളെ മറയ്ക്കുമാറാകട്ടെ. താങ്ക് യു സോ മച്ച്.